നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പക്കവട റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ലോഗ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോട് കൂടി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു പക്കവട തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വൈകുന്നേരത്ത് നമുക്ക് ചായക്ക് തയ്യാറാക്കിയെടുക്കാം. അതേപോലെ ഈ നോമ്പ് സമയമല്ല, ഈ സമയത്തൊക്കെ നമുക്ക് ഇനി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. 2 സവാളയും ലേശം മല്ലിയിലയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. സവാള 4ആയി കട്ട് ചെയ്തതിന് ശേഷം ഈ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കണം. സവാള 2 മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, എന്നാൽ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഈ മല്ലിയിലയും അതേപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ തന്നെ ചെറുതായി കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സവാള കൂടിയിട്ടുള്ള മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ എടുത്തിട്ട് ഇതിലേക്ക് 2 ചെറിയ കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. അതേപോലെ ഒരു 1/2 കപ്പ് റവയും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലമാവ് ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പക്കവടക്കൊക്കെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1/2 കപ്പാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളകും അതേപോലെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മാവ് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ടീസ്പൂൺ കൊണ്ടോ അതേപോലെ കൈ കൊണ്ടോ എങ്ങനെ നമുക്ക് സൗകര്യച്ചാൽ അതേപോലെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചൂടുള്ള എണ്ണയിലേക്കല്ലേ ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക തന്നെയാണ് നല്ലത്.
പിന്നെ സ്പൂണിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂണ് എണ്ണയിലൊന്ന് മുക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഇത് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്ക് വീഴുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്പൂണ് മുഴുവനായിട്ടൊന്നും ഈ എണ്ണയിൽ മുക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മാവ് ശരിക്കും പോലെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ ഈ ടിപ്സ് എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള പോലെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പക്കവട റെഡിയായി കിട്ടും. ഇപ്പോൾ പക്കവട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓരോരുത്തരും ഓരോ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ റവ വെച്ചിട്ട് ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. പക്കവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് റവ കൂടി ചേർക്കുകയാണെങ്കിൽ അതിൽ തീരെ എണ്ണ വലിച്ചെടുക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക തന്നെ വേണം, എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് എണ്ണയിലായിട്ട് നമുക്കിത് വെന്ത് കിട്ടാനൊരു സുഖം ഉണ്ടാവില്ല, ശരിക്കും മുങ്ങി വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം. മൈദയും കടലമാവും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുഴഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നല്ലൊരു ബലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. റവയും അതേപോലെ കോൺഫ്ലവറും കൂടി ചേർക്കുന്നത്. നമ്മുടെ പക്കവടയൊക്കെ തയ്യാറാക്കൽ കഴിഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് നമുക്കിതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിലായിട്ടുള്ളൂ. നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ അതിലുണ്ട്. അപ്പം നമ്മൾ റവ ചേർത്ത കാരണമാണ് ഇത്രയും കുറച്ച് എണ്ണയിൽ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റിയത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.